ഓ, ഈ നാട് അടുത്തങ്ങ് നന്നാവുമെന്ന് ആരും പ്രതീക്ഷിക്കണ്ട. എന്തു പറ്റി? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കേരളത്തിൽ വൻതോതിൽ മെസ്സി ഫാൻസ് ഉണ്ടായിട്ട് ഈ മെസ്സി ഫാൻസിനെ എല്ലാം കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുകയാണ്. കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. അർജന്റീന ഇസ്രായേലിന്റെ നിലപാടിനെ പിന്തുണച്ചു. അർജന്റീന ഇസ്രായേലിന്റെ നിലപാടിനെ പിന്തുണച്ചു. ഓ മൈ ഗോഡ്. ഓ, അത് ശരി. ഇനി കുറച്ചു ദിവസത്തേക്ക് പുകല് തന്നെ. അതായത് നീയൊക്കെ എന്തിനാടാ മെസ്സിയെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുന്നത്? മെസ്സി അർജന്റീനയും ഇസ്രായേലിന്റെ കൂടെയാണ്. എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞു. നീ ഒറ്റ കാര്യം ചെയ്താൽ മതി, ഇവിടെ നിന്ന് ഇറങ്ങിയട്ടെ. അയ്യോ, ഇപ്പൊ ധർമ്മസങ്കടം എന്താണെന്നറിയാമോ? ഈ പ്രമേയത്തെ, യുണൈറ്റഡ് നേഷൻസിലെ ഈ പ്രമേയത്തെ എതിർത്ത 10 രാജ്യങ്ങളിൽ ഒന്ന് ഇസ്രായേൽ, ഒന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, വേറൊരെണ്ണം അർജന്റീന. നമ്മുടെ അർജന്റീന, നമ്മുടെ മെസ്സിയുള്ള അർജന്റീന ഞങ്ങൾ അങ്ങനെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങ. അർജന്റീന പൊതുവിൽ ഇസ്രായേലിനെ മറ്റ് രാജ്യങ്ങൾ തള്ളി പറയുന്നത് പോലെ പറയാത്തത് കൊണ്ട് അർജന്റീനൻ ടീമിനെ ബഹിഷ്കരിക്കണം. എന്നാ ഒരു കൊടിയും പിടിച്ച് അവിടെ ഇരുന്നോ. ആ അർജന്റീനയിൽ നിന്നാണ് നമ്മളെ പാന്ത് കളിക്കുന്ന കക്ഷിയുണ്ടല്ലോ, ലയണൽ മെസ്സി. അയാള് വരാൻ പോകുന്നത് അർജന്റീനയിൽ നിന്നാണ്. എനിക്കത് കണ്ടിട്ടൊരു അസ്വസ്ഥത തോന്നി. മെസ്സിയെ പോലെയൊക്കെയുള്ള ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന അല്ലെങ്കിൽ ആരാധകരുള്ള ഒരു വ്യക്തിയൊക്കെ വെറുപ്പിന്റെ പാത്രമാക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മീഡിയ വൺ ചാനലിൽ ശക്തമായിട്ട് രംഗത്തിറങ്ങി. ഇന്നു മുതൽ ഞങ്ങൾ ഒരു തുറന്ന യുദ്ധത്തിൽ ഏർപ്പെടുകയാണ്. പല രൂപത്തിലും ഭാവത്തിലും വന്ന് നിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ തുരങ്കം വെക്കും. മീഡിയ വൺകാർക്ക് ഒരു ഗുണമുണ്ട്, അത് നമുക്കറിയാലോ. ഈ കുടിക്കുന്ന വെള്ളത്തിൽ, ശ്വസിക്കുന്ന വായുവിലും വരെ വർഗീയത, ജാതീയത, വംശീയത കുത്തിച്ചെലുത്തുന്നവർ. അതാ പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെ ഈ പാട്ടത്തി കുടുംബക്കാരുടെ ഒരു പത്രധർമ്മം. എന്ന് അവർ ഏത് കാര്യത്തിലും ഇത് കണ്ടുപിടിക്കും. അതിന് ഭയങ്കര അസാമാന്യമായി ബിരുദാണ് ഇവർക്കുള്ളത്. അത് സത്യമാണോ? വിവരം കെട്ടവരായതുകൊണ്ട് എന്ത് എഴുതി പിടിപ്പിക്കാമല്ലോ. എന്തിലും മതം വാരി എറിയുന്ന ഒരു സ്വഭാവം അവന്റെ മാസ്റ്റർ പീസാണ്, അതിൽ കൈവെക്കാൻ ആരെയും അനുവദിക്കില്ല. ഈ മതം കൊണ്ടുവന്ന് മനുഷ്യനെ വെറുക്കുന്ന ആ ഒരു സംഗതി, അത് വളരെ നിരാശാജനകമായ കാര്യമാണ്. എന്തിലും മതം വാരി എറിയുന്ന ഒരു സ്വഭാവം. റീഹാബിലിറ്റേഷൻ സെന്ററിൽ ചികിത്സയില്ലാത്ത കടുത്ത രോഗമാണത്. ഞാനതിനെ സ്നേഹിക്കുന്നു, അതിൽ ജീവിക്കുന്നു. മതം മാഴിച്ച് വേറെ ഒന്നും കാണില്ല. മഞ്ഞപ്പിത്ത പിടിച്ചവരൊക്കെ മഞ്ഞയായിട്ടല്ലേ തോന്നുന്നു. ഇനി സിനിമയിലായാലും ഇന്നാരുടെ സിനിമയാണ് മെസ്സി ഇസ്രായേൽ ഇങ്ങനെ എന്നാ അവനെ വെറുത്തേക്കുക. ഇത് എന്ത് വലിയ അധപ്പതനമാണ് എന്ന് ആലോചിച്ചു. സംശയം എന്തിരിക്കുന്നു? ഇപ്പൊ രത്തൻ ടാറ്റ മരിച്ചപ്പോൾ അടുപ്പൂട്ടി ചർച്ചക്കാർ പറഞ്ഞു രത്തൻ ടാറ്റയുടെ കൈകളിൽ ചോരയുണ്ട്. നാക്കെടുത്ത് വളച്ചാ എന്തെങ്കിലും നല്ല രണ്ട് വർത്തമാനം തന്റെ വായിന്ന് കേട്ടത് എനിക്ക് ചത്താ മതിയായിരുന്നു. കാരണം ടാറ്റ ഗ്രൂപ്പ് ഇസ്രായേലിനെ സഹായിക്കുന്നവരാണ്. അങ്ങനെ വരട്ടെ. ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ പിടികിട്ടിയത്. ഇസ്രായേലിനെ സഹായിക്കുന്നു എന്ന് വെച്ചാൽ ഫലസ്തീനിലെ പാവപ്പെട്ട കുട്ടികളെയും ആ യുവതികളെയും യുവാക്കളെയും ഒക്കെ കൊല്ലാൻ കൂട്ടു നിൽക്കുന്നവരാണ് എന്നുള്ളത്. താൻ വലിയ രാഷ്ട്രീയമൊക്കെ ആയിരിക്കും, പക്ഷെ ഞങ്ങളിൽ ഒന്നിനെ തൊട്ടാലേ ഞങ്ങൾ കൈയും കെട്ടി നോക്കിയിരിക്കില്ല. ഞാൻ ഇവരോട് പണ്ടേ പറഞ്ഞു, നിങ്ങളുടെ അമ്മാച്ചരൊന്നും പാലസ്തീനിലില്ല. നിങ്ങൾ എന്തിനാണ് ഈ പാലസ്തീൻ എന്ന് പറഞ്ഞ് ഇവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നത്? ഇത്രയും അകമ്പടി സേവിക്കാൻ ഇവരാരാ നിങ്ങളുടെ? താൻ ഈ ആരാന്റെ പിള്ളേരെ വാപ്പാ നോക്കണ എന്തിനാ? കേരളം എന്ന് പറയുന്ന സ്ഥലം ഉണ്ടെന്ന് പോലും ഹമാസിനും അറിഞ്ഞുകൂടാ, ഹിസ്ബുള്ളയ്ക്കും അറിഞ്ഞുകൂടാ. അവന് വക്കാലത്ത് പിടിക്കാൻ പോയി നീ നിന്റെ തടി കടാക്കണ്ട. കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഹമാസിൽ വെട്ടുപഴിച്ച് പോയി കഴിഞ്ഞാൽ ആദ്യം അവനെ വെടിവെച്ചു. ഇവനാരുടെ? കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഹമാസിൽ വെട്ടുപഴിച്ച് പോയി കഴിഞ്ഞാൽ ആദ്യം അവനെ വെടിവെച്ചു. ഇവനാരുടെ? ഞങ്ങൾ ബന്ധുക്കളായിട്ട് വരും. ഏത് വകയിലാ നീ എന്റെ ബന്ധുവാകുന്നത്? നിങ്ങൾ എന്തിനീ പാലസ്തീൻ എടുത്ത് തലവയ്ക്കുന്നു? നിങ്ങൾ എന്തിനീ പാലസ്തീൻ എടുത്ത് തലവയ്ക്കുന്നു? എന്തിനാണ് ഇപ്പൊ വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്? അതുകൊണ്ട് അറബികളുടെ, ഫലസ്തീൻകാരുടെ, മുസ്ലിങ്ങളുടെ ചോര പൂരേണ്ട കൈകളാണ് ടാറ്റ ഗ്രൂപ്പിന്റെ ഉള്ളത്. എന്നാര് പറഞ്ഞു? ആരും പറഞ്ഞല്ല, ഞാൻ ചുമ്മാ ഊഹിച്ചതാ. അയ്യോ, അങ്ങനെ ഏത് വിഷയത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ഇവർക്ക് വലിയ കഴിവാണ്, വലിയ താല്പര്യമാണ്, വലിയ സാമർഥ്യമാണ്. എന്നെ ചെയ്യാൻ മുടിയും പഴക്കമായി പോച്ച്. ഓരോ സെലിബ്രിറ്റികളും പേടിച്ചിരിക്കുകയാണ്. അവർ ചെയ്യുന്നതിൽ ഒരു സിഗരറ്റിന് എൻഡോസ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. അതിനകത്ത് വല്ല ജൂത ഇൻട്രസ്റ്റ് വല്ലതും ഉണ്ടോ? യുദ്ധം ഇറാഖിലും ലെബനിലും പാലസ്തീനിലും ഒക്കെ ആണെങ്കിലും അത് അനുഭവിക്കേണ്ടത് പാവപ്പെട്ട നമ്മളാ. ഇപ്പൊ അത് അർജന്റീനയെ കുറിച്ച് ഇതുപോലെ ഒരു വലിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കും. എന്താ അവർ പറയുന്ന അനുസരിച്ചിട്ടാണ് ഈ അർജന്റീന എന്ന് പറയുന്നത് ഭയങ്കര ഒരു നിയോ ഫാസിസ്റ്റ് രാജ്യമാണ്. അവിടെ ഭയങ്കരമായ ഫാസിസമാണ്. അപ്പൊ ഇത് കണ്ടുപിടിച്ചല്ലേ വായ
ശിഷ്യന്മാരാരും മോശക്കാരല്ല. അവിടുത്തെ ടീമിൽ മുഴുവനും വെളുത്ത തുലിയുള്ള ആളുകളാണ്, കറുത്ത വർഗ്ഗക്കാരുമില്ല. അതിന്റെ കാരണം ഇവർ കറുത്ത വർഗ്ഗക്കാരെ ടീമിൽ എടുക്കാത്തതാണ്. മറ്റടുത്ത വർത്താനം പറഞ്ഞ കൊന്നു കുഴിച്ചുമൂടും. അയാളുടെ ഒരു പുതിയ കണ്ടുപിടുത്തം. ഈ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഈ അർജന്റീനയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുക എന്ന് വെച്ചാൽ ഫലസ്തീന് എതിരെ ഇസ്രായേലിന് പിന്തുണ കൊടുക്കുന്നതിന് തുല്യമാണ് എന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് സംഗതി ഭയങ്കര രസമാക്കി വെച്ചിരിക്കും. ഇനി നീ പോയി നാട്ടുമ്പുറത്തെല്ലാം ചെവി പൊട്ടുന്ന ശബ്ദത്തിൽ ഇതങ്ങോട്ട് പ്രചരിപ്പിക്കുക. അപ്പ കാണാം കാക്കക്കൂട്ടി കല്ലിട്ടമാരി തമ്പ്രാക്കന്മാർ ഇളകി വരുന്നത്. അപ്പൊ അവിടെയാണ് ഈ മെസ്സി, പാവം മെസ്സി, ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത മെസ്സി അല്ലെങ്കിൽ അർജന്റീനൻ ടീം അവരുടെ ചെറിയ ചെറിയ വിഷയങ്ങൾ പോലും പെരുപ്പിച്ചു കാണിക്കുക. അറിയട്ടെ അവൻ മഹാ തെമ്മാടിയാണെന്ന്. എന്താ വാസു അറിയട്ടെ. എന്തിനാണ് ഈ സ്പോർട്സിലേക്ക് ഈ സാധനം കൊണ്ടുവരുന്നത്? അത് സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ഇവര് പറയുന്ന വേറൊരു കാര്യം, പാലസ്തീൻ കോസിനെ പിന്തുണയ്ക്കാത്തവരെ ഇവര് പല രീതിയിലും മനുഷ്യരായിട്ട് പോലും അംഗീകരിക്കുന്നു. അവന്റെ ന്യായീകരണങ്ങളൊക്കെ വളരെ വിചിത്രമാണ്. അവർ പറയുന്നുണ്ട് അങ്ങനെയുള്ളവർ എത്ര വലിയ ഫേമസ് ആയിക്കോട്ടെ, എത്ര കരുത്തരായിക്കോട്ടെ, അവരെ പിന്നാലെ നടന്ന് ആക്രമിക്കുക. എന്റെ മധുമതി ആരെങ്കിലും ബെദരിപ്പിച്ചാൽ ഞാൻ അവരെ കൊല്ലും സാർ. അത്രയ്ക്ക് ജീവനാ സാർ എനിക്ക് മധുമതിയെ. അവൾക്ക് വേണ്ടി മരിക്കാൻ പോലും ഞാൻ തയ്യാറാ സാർ. I love you, mother. I love you. അങ്ങനെയുള്ളവരെ ഞങ്ങൾ എടുക്കില്ല, ഞങ്ങൾ അവരെ ഒറ്റപ്പെടുത്തും, ബഹിഷ്കരിക്കും. വളരെ പ്രാകൃതമായിട്ടുള്ള പഴയ ഊരുവിലക്കുകളും ബഹിഷ്കരണവും അപ്പാർത്തിയും ഒക്കെയാണ് ഇവിടെ ഇസ്ലാമോ ലെഫ്റ്റ് കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നത്. ആ ചർച്ചയിൽ സാക്ഷാൽ ദാവൂദ് തന്നെ പങ്കെടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേരെ. കുപ്രസിദ്ധനായ ഒരു മഞ്ഞപത്രക്കാരനാ. ഇങ്ങനൊരു അറാം മിടുക്കൻ ചെക്കനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ദാവൂദുണ്ട്, അജിംസും എല്ലാം കണക്ക് തന്നെ. അപ്പൊ ഇവരുടെ ഈ ചർച്ചയുടെ ഫലമായിട്ട് ഇപ്പൊ എന്തുപറ്റി വെച്ചാൽ അർജന്റീനയോട് അവിശ്വാസം രേഖപ്പെടുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ജനങ്ങൾ അവരെ കാർക്കിച്ചൊതുപ്പുന്ന ഒരു പരിസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. അപ്പം ഇത്രയും സെലിബ്രിറ്റീസിനെ വരെ സമ്മർദ്ദത്തിലാക്കുകയും പിന്നെ അതുപോലെ മെസ്സിക്കെതിരെ ഒരുപാട് ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇപ്പം അവനൊരു പാഠം പഠിക്കും. ഇപ്പം അയാളെ കാലുകുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒരു വിഭാഗം ഓൾറെഡി ഫേസ്ബുക്കിൽ ഇറങ്ങിക്കഴിഞ്ഞു. ഇപ്പം ഇന്നലെ വന്ന പയ്യന് ഒറ്റ ഇതൊക്കെയാണ്, വലിയും കുടിയൊക്കെയാണ്. ഇത് നിങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം. ഈ ചെറുക്കൻ നശിപ്പിക്കുമെന്നേ. മമ്മൂട്ടിക്കോ മോഹൻലാലിനോ എതിരാളിയാണ് അവൻ. ചുമ്മാ അടിച്ചോടുന്നതാണെന്നേ. ഇവന്റെ കഥകൾ പറയാൻ തുടങ്ങിയാൽ ഇവൻ ജന്മകാലത്ത് പിന്നെ ഒരു അഴുക്കച്ചെറുക്കൻ, തന്തേക്കാൾ മോശം. അപ്പം എന്ത് ചെയ്യും? മെസ്സി വരണോ വേണ്ട? മെസ്സിയാണോ വലുത്, പാലസ്തീനാണോ വലുത്? ഞാൻ പറയുന്നത് മെസ്സി വേണമെങ്കിൽ വന്നിവിടെ കളിച്ചിട്ട് പൊക്കോട്ടെ. താനൊരു കോപം പറയണ്ട. താനൊക്കെ കൂടി അവനെ വളർത്തുന്നത്. ഈ പോക്ക് പോയാൽ അർജന്റീനയെ പിന്തുണയ്ക്കാൻ ഇവിടെ ആരുമില്ല എന്ന അവസ്ഥ വരും. നിന്റെ എല്ലാം വെടി വീരാൻ പോന്ന് കൂട്ടിക്കോ. ഇനിയിപ്പം ശ്രദ്ധിക്കണം, നോക്കണം. ഈ കേരളത്തിലെ സോക്കോൾഡ് ലെഫ്റ്റ് വലിയ ഫുട്ബോൾ ഭ്രാന്തന്മാരാണെന്നൊക്കെ പറഞ്ഞ് വലിയ പോസ്റ്റും അതും ഒക്കെ മറിക്കുന്ന ടീമുകളുണ്ട്. ഇവന്മാരിപ്പം മെസ്സിയെ കുറിച്ചും അർജന്റീനയെ കുറിച്ചും സംസാരിക്കുന്നതിൽ ഇവന്മാർ പിന്മാറി തുടങ്ങി. ഞാൻ സിംപ്ലി പ്രൊഡിക്റ്റ് ചെയ്യാൻ കാര്യമുള്ളൂ. കാരണം ഇസ്ലാമിസ്റ്റുകൾക്ക് ഇഷ്ടമല്ല മെസ്സി എന്നുള്ള ഒരു പ്രചരണം വരുന്നുണ്ട്. കൊണ്ട് നടക്കാറുണ്ടായിരുന്നു മച്ചാനെ ഞാൻ ഈ പടം. ഇനി എനിക്കിത് വേണ്ട. നിനക്കും എല്ലാവരും ഉണ്ടെന്നല്ല, പക്ഷെ ഫേസ്ബുക്കിൽ നല്ല രീതിയിൽ ഞാൻ കാണുന്നുണ്ട്, പുറമേ കാണുന്നുണ്ട്. അങ്ങനെ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പരിതസ്ഥിതിയിലേക്ക് എത്തിച്ചാൽ നമ്മുടെ മീഡിയ ചാനലിൽ വലിയ പങ്കുണ്ട്. അവരുടെ പ്രചരണ സ്വഭാവമുള്ള വീഡിയോകൾക്ക് പ്രസക്തിയുണ്ട്, പ്രാധാന്യമുണ്ട്. ജനങ്ങളെ ചിന്തിപ്പിക്കുകയും കർമ്മനിരതരാക്കുകയും ചെയ്യുന്ന പ്രസംഗമാണ് എന്റേത്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഓരോ സംഘടനക്കാരും ഓരോ ടീമിനെ സ്പോൺസർ ചെയ്ത് അവരുടെ ജയാപജയങ്ങൾ നിർണ്ണയിക്കുന്ന അവസ്ഥയിലേക്ക് പോട്ടായിട്ട് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എവിടെ വരെ പോകും നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും അതും ഇതും ഒക്കെ നിങ്ങൾ ചെയ്യുന്ന കളിക്കളത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ മറുഭാവവും കൊണ്ടുവരും. പ്രതിപക്ഷക്കാർ നോക്കിയിരിക്കുക വല്ലതും കിട്ടാൻ. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും പതാക വീശലുകളും പരസ്പരം തെറി പറയലുകളും ആരാധകർ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും കാലുഷ്യവും. ഏതായാലും ഈ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഒരുമിപ്പിക്കാനല്ല, അവരെ പരമാവധി ഭിന്നിപ്പിക്കാനും വികേന്ദ്രീകരിപ്പിക്കാനും കഴിയുമെങ്കിൽ ഇവർ തമ്മിൽ വെട്ടുകുത്തു ഉണ്ടാക്കാനും എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തിനുള്ള പുറപ്പാടാണോ?